ലംഘനങ്ങളെ മായ്ക്കണേ. ദൈവമേ എന്നോടു നിന്ദയാലേ കൃപയുണ്ടാകുവാൻ കനിയണമേ. നിൻ കരുണയുടെ ബഹുത്വത്താലേ നീ ലംഘനങ്ങളെ മായ്ക്കണേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഗലീലയിൽ നിന്ന് ഗെരസന്യ ദേശത്തേക്കുള്ള യാത്രയിൽ നടന്ന ഒരു സംഭവം ലൂക്കോസ് 8:22 മുതൽ 25 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. കർത്താവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുന്നു. പടകിൽ കയറിയ കർത്താവ് ഉടൻ തന്നെ ഉറക്കമായി. പെട്ടെന്ന് തടാകത്തിൽ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറയുകയും ശിഷ്യന്മാർ ഭയപ്പെട്ട് കർത്താവിനെ ഉണർത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. കർത്താവ് ഉണർന്ന് കാറ്റിനെ ശാസിച്ചു. കാറ്റ് ശമിച്ചു. ഇതാണ് ഈ ഭാഗത്തിൻ്റെ വിശദീകരണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ചിത്രമാണ് ഈ സംഭവത്തിൽ കൂടി നാം കാണുന്നത്. സ്വർഗീയ കനാലിലേക്കുള്ള യാത്രയിലാണ് നാം എല്ലാവരും. യാത്രക്കിടയിൽ കഷ്ടതയുടെ കാറ്റുകൾ ആഞ്ഞ് വീശാം. കർത്താവിൻ്റെ കഷ്ടത കാണുന്നില്ലേ എന്ന് നാം ചിന്തിച്ചേക്കാം. മാത്രമല്ല കർത്താവിന് ഇതിനെക്കുറിച്ച് ഒരു വിചാരവുമില്ലേ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ഈ സംഭവം നമ്മോട് പറയുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ഒരു കഷ്ടതയിലും ഭയപ്പെടേണ്ടതില്ല എന്ന. ഇവിടെ നമുക്ക് ചില ചിന്തകൾ ലഭിക്കുന്നുണ്ട്. ഒന്ന്, കർത്താവ് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. യോശുവ 1:5 യഹോവയായ ദൈവം യോശുവയോട് പറയുന്നത്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഒരുപ്പം ധൈര്യമുള്ളവനായിരിക്കുക എന്ന. ഇത് തന്നെയാണ് കർത്താവ് നമ്മോടും പറയുന്നത്. ഞാൻ നിന്നോട് കൂടി ഉണ്ട്. പടകിൽ കർത്താവ് ശിഷ്യന്മാരെ തനിയെ വിട്ടില്ല. കർത്താവ് അവരോടൊപ്പം പടകിൽ കയറി. എന്നിട്ട് പറഞ്ഞത്, നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകാം. ലൂക്കോസ് 8:22. നിങ്ങൾ പോകുകയെന്നല്ല, നമുക്ക് ഒരുമിച്ച് പോകാം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അന്ത്യം വരെ നമ്മോടുകൂടെ ഇരിക്കുകയും എത്തേണ്ട ഇടത്ത് സുരക്ഷിതമായി നമ്മെ എത്തിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ നിശ്ചയമുള്ളത് കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കൂരിരുൾ താഴെ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, കർത്താവിനോട് കൂടി ഉണ്ട്. സങ്കീർത്തനം 23:4. 2, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളെ കർത്താവ് അറിയുന്നു. ശിഷ്യന്മാരുമായി യാത്ര ആരംഭിക്കുമ്പോൾ കൊടുങ്കാറ്റ് ഉണ്ടാകും എന്ന് കർത്താവിന് അറിയാമായിരുന്നു. എങ്കിലും കൊടുങ്കാറ്റ് മാറിയിട്ട് പോകാമെന്ന് കർത്താവ് ചിന്തിച്ചില്ല. ഇവിടെ കർത്താവ് നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. ജീവിതയാത്രയിൽ കഷ്ടതകളും പ്രതിസന്ധികളും ഉണ്ടാകും. എല്ലാ കഷ്ടതയും മാറിയിട്ട് വിശ്വാസയാത്ര ആരംഭിക്കാമെന്ന് ചിന്തിക്കരുത്. കർത്താവ് അനുവദിക്കാതെ ഒരു കഷ്ടതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഫിലിപ്പിയർ 1:29 പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. അന്യഭാഷ, പ്രവചനം, രോഗശാന്തി തുടങ്ങിയ വരങ്ങളെപ്പോലെ തന്നെ കഷ്ടതയും ഒരു വരമാണ്. കഷ്ടതയിൽ കൂടി കടന്നു പോകാത്ത ജീവിതം ക്രിസ്തീയമല്ല. അതുകൊണ്ട് കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ അത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വരമാണ് എന്ന് ഓർക്കണം. കഷ്ടതയുടെ മുന്നിൽ പതറിപ്പോകാതെ ജീവിതം നയിച്ച ഒരു വനിതയാണ് ഹെലൻ ആഡംസ് കെല്ലർ. 1880 ജൂൺ 27 അവർ ജനിച്ചത്. 19 മാസം പ്രായമുള്ളപ്പോൾ അവൾക്കുണ്ടായ മസ്തിഷ്ക ജ്വരം അവളുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെടുത്തി. എന്നാൽ ദൈവം അവർക്ക് നൽകിയ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവയിൽ ശ്രദ്ധ ചെലുത്തി മുന്നേറി. ലോകമെമ്പാടുമുള്ള കേൾവിയില്ലാത്തവർക്കും സംസാരിക്കുവാൻ കഴിയാത്തവർക്കും മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കി. ഹെലൻ കെല്ലർ പറയുന്നത്, ദൈവം എനിക്ക് നൽകിയ സംഭാവനകൾ ധാരാളമാണ്. അതിനാൽ എനിക്ക് ലഭിക്കാത്തവയെക്കുറിച്ച്, അതായത് എൻ്റെ അന്ധതയെ ഓർത്ത്, കേൾവിയില്ലായ്മയെ ഓർത്ത് നിരാശപ്പെടുവാൻ എനിക്ക് നേരമില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളെ ഓർത്ത് നിരാശപ്പെടുകയല്ല, ദൈവം നൽകിയ സാധ്യതകളെ കണ്ടെത്തി മുന്നേറുവാൻ നമുക്ക് കഴിയണം. കഷ്ടതയെ വരമായി അംഗീകരിക്കണം.
3, വിശ്വാസ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ അതിന് ചില കാരണങ്ങൾ ഉണ്ട്. കഷ്ടത നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം എവിടെ? ലൂക്കോസ് 8:25. കഷ്ടത നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയും വിശ്വാസത്തെ ഉറപ്പിക്കുന്ന അനുഭവമാണ്. 1 പത്രോസ് 1:7. കഷ്ടതകളിൽ കർത്താവ് നമ്മോട് പറയുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. 1 കൊരിന്ത്യർ 12:9. ഇവിടെ പൗലോസ് പറയുന്നത്, എൻ്റെ ബലഹീനതയിൽ ക്രിസ്തുവിൻ്റെ ശക്തി ആവസിക്കുന്നു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി കഷ്ടതയെ അനുഭവിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനുമാകുന്നു. നമുക്കുണ്ടാകുന്ന കഷ്ടതകൾ നമ്മെ തകർക്കുകയില്ല. കഷ്ടതകളുടെ മുൻപിൽ ദൈവശക്തി നമ്മുടെ മേൽ പകരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കഷ്ടതകളിൽ പതറാതെ, നിരാശപ്പെടാതെ, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന വിശ്വാസത്തോടെ കഷ്ടതയെ അംഗീകരിച്ച് നമുക്ക് യാത്ര തുടരാം. എങ്കിൽ അക്കരെ നാട്ടിൽ അവൻ നമ്മെ സുരക്ഷിതരായി എത്തിക്കും. കർത്താവേ, കഷ്ടതകളിൽ എന്നെ ശക്തീകരിക്കുന്ന നിന്റെ കൃപയ്ക്കായി സ്തോത്രം. ആമേൻ. ഹൃദയത്തെ ദൈവമേ നിരസിക്കല്ലേ നീ കർത്താവേ. നിന്റെ ആത്മാവിനാൽ എന്നെ നീ താങ്ങണേ. നിന്നുടെ സന്നിധി നിന്നിടാനായി ദൈവമേ എന്നോടു നിന്റെ ആലേ കൃപയുണ്ടാകുവാൻ കനിയണം.